തെക്കും കൊല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാനിടത്തൊന്നു വന്നു കളിവിളയാടട്ടെ. വടക്കും കൊല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാനിടത്തൊന്നു വന്നു കളിവിളയാടട്ടെ. പള്ളി വാളും ഭദ്രവട്ടകവുമായി തിരുമുമ്പിൽ ചെന്ന് കളി തുടങ്ങാ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛനെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛനെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം. ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം. മറന്നിടുക സ്ത്രീധനം മുതലേ വേറെയുണ്ട്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറു കല്ലറയിൽ, ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറു കല്ലറയിൽ, ഏഴരവട്ടി വിത്തവിടെ കിടപ്പതുണ്ട്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരു സ്ത്രീധനമായി. അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരു സ്ത്രീധനമായി. തരിക വേണം വടക്കും കൊല്ലം വാഴും നല്ല പൊന്നച്ഛനെ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി
പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ കളി തുടങ്ങി അങ്ങനെ കളി തുടങ്ങി അങ്ങനെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ കളി തുടങ്ങി അങ്ങനെ കളി തുടങ്ങി അങ്ങനെ വാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ അനുഷ്ക എന്തോ ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ഡാൻസേഴ്സ്, അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ സാർ നല്ല എന്താ പറയുക, നല്ലൊരു കൊഴുപ്പുള്ള നമ്പറാണ് മോള് പ്രസന്റ് ചെയ്തത്. ഈ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ അറിയാണ്ട് തുള്ളിപ്പോവും. നന്നായിട്ടുണ്ട് മോളെ. കുറച്ചും കൂടെ പവർ ആകാമായിരുന്നു എന്നൊരു ചെറിയ തോതിലൊരു ഡൗട്ട് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ട്. അത് കുറച്ചും കൂടെ ഒരു പട്ടിണി കിടന്ന അങ്ങനെ പള്ളിവാള് എല്ലാം തായോ മോളെ കുറച്ചും കൂടെ പവർ ആകാമടാ. അപ്പൊ അതിനൊരു ആ ഗ്രൂവിനൊരു ഗും കിട്ടും. നമുക്കൊന്ന് പവറായിട്ട് അതൊന്ന് പാടിയാലോ. പള്ളിവാള് അങ്ങനെ തൊട്ടുവാ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് മോളെ ഈ അങ്ങനെ തുടങ്ങി അങ്ങനെ അല്ലല്ലോ, തുടങ്ങി അങ്ങനെ പള്ളിവാള് എന്ന് പറയുമ്പോൾ ഉള്ള മറ്റേ വാള് വെച്ചാൽ പോലെ ഇരിക്കും കേട്ടോ. മോളത് അതൊന്നും അങ്ങനെ പവറാട്ടി അങ്ങനെ എന്ന് തന്നെ പാടിയാലോ അതിനൊരു ഗ്രിപ്പുള്ളൂ. എല്ലാം നീ സമ്മതിക്കുന്നുമുണ്ട്, ഒന്നും എനിക്ക് ഇങ്ങോട്ട് പാടി തരുന്നതുമില്ല. പാടിത്തരാം പവറില് മോളെ അവിടെ തൊട്ട് പാടിക്കോ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള്. ഒരു പവർ നമുക്ക് കുറച്ചും കൂടെ ഈ പാട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. മോള് പാടിയത് പോറുന്നുണ്ട്, നന്നായിട്ടുണ്ട്. കുഞ്ഞ് നന്നായിട്ട് തന്നെ പാടി, പക്ഷെ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പാടാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മക്കളെ അതുപോലെ ഇടയ്ക്ക് വരുന്ന അതെന്തോ അത്ര തളർന്നിട്ടൊരു ഓ കേട്ട് എന്തായിരുന്നു അത്? അത് ഒച്ചെടുത്ത് പാടണതാ. ഒച്ചയെടുത്തത് മക്കള്. വെരി ഗുഡ്, ഐ എം സോ ഇംപ്രസ്ഡ്. അതൊന്ന് കൃത്യമായിട്ട് പാടാമോ അതിന്റെ ഒരു പവറില്?
ഇല്ല മോളെ ഈ ഓ ഒരു അതിന് അന്തപ്പെട്ട ലെവലിലായിരുന്നു ഒറിജിനലുള്ള മോൾ. ഇത് കേൾക്കണം കേട്ടോ, ടെലികാസ്റ്റ് വരുമ്പോൾ കേൾക്കണം. ആ. ഒരു ശക്തി ഇല്ലാണ്ട് വല്ലാത്തൊരു ഓയായിരുന്നു അത് മക്കളത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ആ ഓയ്ക്കൊരു ഗുമ്പുണ്ടേ. ആ നമ്മളെന്ത് പാടിയാലും അത് ഇതിനെ അങ്ങോട്ട് എൻഹാൻസ് ചെയ്യണം. അപ്പൊ ആ വിധത്തിലും അത് അങ്ങനെ വേണം പ്രസന്റ് ചെയ്യാൻ. അല്ല ചുമ്മാതെ അതൊരു ചുമ്മാ ഒരു ഓ ഇടത്തില്ലല്ലോ. ഇവിടെ ഇത്ര നൃത്തം കിടക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് വാ 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 അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. അത് നമ്മളത് ആ ഒരു ഓയ്ക്കൊരു പവർ വേണ്ടേ. അപ്പൊ അത് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ സർ. അതുപോലെ എടുത്ത് പറയേണ്ട ഒരാളുണ്ട്. അതെ, അയാളെ പരാമർശിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജീവിതമേ ഇല്ല നമുക്കാർക്കും. ആ ശക്തൻ തമ്പുരാനാണ് നമ്മുടെ തൃശ്ശൂരിന്റെ പ്രിയപുത്രൻ. എഴുന്നേറ്റ് നിക്കടാ. ചക്ര എനിക്ക് നിക്കടേ. അവൻ അതിൻ്റെ ഇടയ്ക്ക് കയറി പാടുന്നൊന്നും അല്ലാണ്ട് വേറെ ഏതാണ്ട് ഒരു ലൈനും കൂടെ ഭദ്രവാളും ഒക്കെ അവൻ അങ്ങ് പാടി. എന്നിട്ട് അവിടെ കൂളായിട്ട് നിൽക്കുക. ഈ അവസാനത്തെ ഓ എന്തായിരുന്നടാ നീ പാടിയത്? ആ ഒരു സസ്റ്റൈൻ ഇല്ലേ അതിൽ വലിയ ഗാന്ധാരം ഉണ്ടോ? വലിയ ഗാന്ധാരം അതും ചേർന്നിട്ടില്ല. അതെന്താണ് സംഭവിച്ചതെന്ന് ഒരെത്തും പിടിയില്ല. അത് സത്യം പറഞ്ഞാൽ പാട്ട് അതിന്റെ ലാസ്റ്റിൽ അത് ശ്രുതിയിലല്ല. അതുകൊണ്ടാണ് മക്കൾ അങ്ങനെ പാടിയത്. അല്ല, ഫാന്റാസ്റ്റിക്കടാ. അത് കാര്യം ഞെട്ടലുണ്ടാക്കി ഞങ്ങളിൽ. കാര്യം എന്തെങ്കിലും അതിനൊരു ഒരു ഏതെങ്കിലും അതിനകത്തുള്ള നോട്ട്സ് പാടാലോ. നീ ആ കൊച്ചിനായിട്ട് വലയ്ക്കണോ? അല്ല, അത് അതിലങ്ങനെ അപ്പൊ ഞാൻ എടാ അത് ഒരു മധ്യമമോ പഞ്ചമോ ഒക്കെ നിനക്കത്ര പാടപ്പെടെ. ഇത് ഒട്ടും ചേരാത്തൊരു ഓന്നല്ല ദേവിന്ന് വിളിച്ചിട്ടാ പാടി. ആണോ? ദേവിയല്ലേ പറഞ്ഞപ്പോ? ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? ആ ദേവിന്നാണ് ഞാൻ പാടി. പോയല്ല. ഓ അല്ലായിരുന്നല്ലേ? എന്നാ പിന്നെ കുഴപ്പമില്ലടാ. ഒറ്റ അടി വെച്ചാലും എടേ അത് മോനെ അതിനോട് ചേരുന്ന വിധത്തിൽ ഒരു ചുമ്മാ ഒരു ഷൗട്ട് നാളെ കുഴപ്പമില്ല. ഇത് സസ്റ്റൈൻ പിടിക്കല്ലേ നീ. അപ്പൊ അതിനോട് റെലവെന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണെങ്കിൽ അതിൻ്റെ ഒരു സുഖം കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാ. നമുക്ക് ആർക്കും അത് സൂഹിച്ചില്ല. ഇപ്പൊ ഉണ്ണിക്കിട്ടൻ ചെട്ടി എണീറ്റ് പാൻ തുടങ്ങി. എനിക്ക് മതി എന്ന് പറയും. ഇപ്പൊ ഞാൻ പിടിച്ചെടുത്തി. ഷാനാണെങ്കിൽ എന്റെ കയ്യിലിട്ട് നുള്ളലോട് നുള്ളൽ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാ കേട്ടോ, ചിലത് ഒരു ഷൗട്ടാണെങ്കിൽ കുഴപ്പമില്ല മോനെ. നീ സസ്റ്റൈൻ ചെയ്യുമ്പോൾ ആ സ്കെയിലിലുള്ള നോട്ടാണെങ്കിൽ അതിന് കുറേയും കൂടെ ചന്തം ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. ശ്രുതി ആ പാടിയ ആൾ ശ്രുതി ചേർന്നില്ലെന്നൊന്നും പറയരുത് കേട്ടോ. അതൊരു ഫീലിൽ പാടുന്നതല്ലേ. നമ്മൾ നീയാതാണ് ഞങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഷിനു നമ്പ്യാരെ, നിന്റെ മേജർ സെവന്ത് കൊണ്ടുള്ള കളി എനിക്ക് ഇത് എഫ് ഷാർപ്പായത്. അവൻ പൂന്ന് വിളയാടിയിട്ടുണ്ട്. ഓക്കെ, ഐ എം ഡൺ. ഓക്കെ, താങ്ക് യു ശരത് സർ. താങ്ക് യു സർ. ഓക്കെ, ഉണ്ണി സർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു സർ. ആ പെർഫോമൻസ് പ്രസന്റേഷൻ എല്ലാവരും കൂടി ചെയ്ത്. മോള് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ക്യൂട്ടായി പെർഫോം ചെയ്തു, പാടി, ഡാൻസേഴ്സ്, ആ കൊറിയോഗ്രഫി വണ്ടർഫുൾ വണ്ടർഫുൾ. അത് പറയാൻ പറ്റുമോ? താങ്ക് യു ഉണ്ണി. താങ്ക് യു. വെരി 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 എഫക്റ്റീവ്. ഭയങ്കര അങ്ങനെ നോക്കിയിരിക്കാം. വേറെ പെർഫെക്ഷൻ ഇനിയും അവിടെ എവിടെയൊക്കെ ഉണ്ടാവാം. ബട്ട് അതങ്ങനെ പാടി പാടി പ്രാക്ടീസ് അതൊക്കെ തന്നെ വരും. അതൊന്നും അല്ലാത്ത സ്ഥലത്തൊക്കെ പെർഫെക്റ്റ് ആവാം. എന്താന്ന് ഓക്കെ. പക്ഷെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതും ആ എൻ്റെ ഇത് നിർത്തിയില്ലേ, അത് നല്ലൊരു ഫീലായിരുന്നു. ശരിക്കും ചെറിയൊരു ദേവിയെ പോലെ ഉണ്ടായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു. പള്ളിവാള് ഭദ്രവടകം കയ്യിലേന്തും തമ്പൂരട്ടെ നല്ല. അനുഷ്ക എന്ത്? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. പറഞ്ഞേ, ആരൊക്കെയാണ് സിംഗർ? ആൽബം ഏതാണ്? ഞാൻ പഠിച്ച ഫയലില് മ്യൂസിക് രതീഷ് വേഗ സർ. രതീഷ് വേഗ. ഓക്കെ, രതീഷ് ഭായിയുടെ പേരാ കണ്ടതല്ലേ? പിന്നെ ലിറിക്സ് ഫലാഹുദ്ദീൻ കച്ചേരി. പിന്നെ പാടിയതൊരു ചെറിയ കുട്ടിയാണ്. കുട്ടിയുടെ പേര് KG വിഷ്ണു എന്നാണ്. ഓക്കെ, തെയ്യരയ്യം എന്ന് പറഞ്ഞ ആൽബം അല്ലേ? മോള് നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ ഗുമ്മാവാമായിരുന്നു ഒരു തോന്നല് ഉണ്ട്. കുറച്ചുകൂടെ ഒരു പവർ, ഒരു പുഷ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ശരത്തേട്ടനും ഞാനും ഒരേപോലെ എഴുതി വെച്ചൊരു സ്ഥലമാണ് ഓ ഓ ഓ ഓ എന്നുള്ള ആ ഒരു പോർഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് കണ്ണുകൊണ്ട് നോക്കി നീ, അതും കുറച്ചൊരു ഔട്ടായിരുന്നു ശ്രുതിന്ന്. അത്രേ ഉള്ളൂ. ബാക്കി നല്ല നല്ല ഓളം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസേഴ്സ് എല്ലാം കൂടെ വന്ന് സംഭവം മൊത്തം ആ ഒരു ട്രാൻസി മോഡിലേക്ക് വന്ന് ഭയങ്കര രസം. പിന്നെ എസ്പെഷ്യലി ഉണ്ണി സാർ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോസ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാനിക. അനുഷ്ക, ഇനി മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സാർ, മാർക്ക് പ്ലീസ്. മക്കളെ ദേവി, എന്തോ 8 മാർക്ക് മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക, ഞാനൊരു 0.5 കൂടെ കൂട്ടിത്തരാം. 8.5. താങ്ക് യു സർ. ഉണ്ണി സാർ. അനുഷ്കയ്ക്ക് എൻ്റെ വക
താങ്ക് യു സർ. കുടുംബസ്വത്തൊക്കെ കൊടുക്കുന്നതാണോ? അനുഷ്കയ്ക്ക് എന്റെ വക. ജയകാന്തൻ വക എന്നൊക്കെ പറയുന്നത്. ഓക്കെ സോ ടോട്ടൽ 16.5 മാർക്ക്. ഓക്കെ, ഓൾ ദി Thank you. ബെസ്റ്റ്. ഓക്കെ.